Hi friends, Achu. Achu's channel for Achu's friends YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OBS Studio എങ്ങനെ ലൈവ് ചെയ്യുന്ന. ഞാൻ OBS Studio എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. OBS എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈവ് സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇന്ന് നമ്മൾ OBS Studioന്റെ ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ആണ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ക്യാപ്ചർ എങ്ങനെ ചെയ്യാമെന്നും പിന്നെ വെബ്കാം അങ്ങനെ കയറ്റാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാ സ്ട്രീമേഴ്സിനും ഒക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബ് എങ്ങനെ സ്ട്രീം ചെയ്യാമെന്നാണ് നോക്കാൻ വന്നത്. ഫേസ്ബുക്കിലും ട്വിച്ചിലാണെങ്കിൽ ഏകദേശം അതേ മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ വിൻഡോസ് 8ഓ 10ഓ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് OBS ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം നമുക്ക് എങ്ങനെ OBS സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ OBS സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. ആദ്യം നിങ്ങൾ പോയിട്ട് OBS സ്റ്റുഡിയോ എന്നൊന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം വരുന്ന ഒരു ഓപ്ഷൻ കാണും obsproject.com എന്ന്. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്ത ഇവിടെ വിൻഡോസ് മാക് OS ലിനക്സ് എന്ന് 3 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ ഉപയോഗിക്കുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഫയൽ ഡൗൺലോഡ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡൗൺലോഡായി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് സെറ്റപ്പ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ OBS നിന്നാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. OBS ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തുറന്നു വരുമ്പോൾ കുറച്ച് സെറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടാവും, അതൊക്കെ നിങ്ങൾ ചെയ്യണം. OBS ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഞാൻ എൻ്റെ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ വിൻഡോ എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്ന സ്ഥലമാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ സീൻ സ്ഥലമാണ്. ഇവിടെ സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ സോഴ്സ് സ്ക്രീൻ റെക്കോർഡൊക്കെ ആഡ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഫേസ് ക്യാം ഒക്കെ ചെയ്യാനുള്ള. പിന്നെ ഇവിടെ ഡെസ്ക്ടോപ്പ് ഓഡിയോ ഉണ്ട്, മൈക്കിൻ്റെ ഓഡിയോ ഉണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ബാറ് പൊങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് നിർത്തി വയ്ക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു സൗണ്ടിൻ്റെ ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം ഡൗൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡെസ്ക്ടോപ്പ് ഓഡിയോ ഉണ്ട്. നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് എന്തെങ്കിലും ഓഡിയോ വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ശബ്ദവും കുറച്ച് വയ്ക്കാൻ പറ്റും. ഇവിടെ നമ്മളെ ഓഡിയോ ഇവിടുന്ന് കുറച്ച് വയ്ക്കാൻ പറ്റും, ഇത് കൂട്ടാനും പറ്റും. പിന്നെ മ്യൂട്ടാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ചെയ്താൽ. പിന്നെ ഇവിടെ കൺട്രോൾസ് എന്ന് എഴുതിയിരിക്കുന്ന കാണാം. പിന്നെ സ്റ്റാർട്ട് സ്ട്രീമിംഗ്, സ്റ്റാർട്ട് റെക്കോർഡിംഗ്, സ്റ്റാർട്ട് വിർച്വൽ ക്യാമറ ഉണ്ട്, സ്റ്റുഡിയോ മോഡ് ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, എക്സിറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് സ്ട്രീം ചെയ്യണമെങ്കിൽ ഇവിടെ നിൽക്കാൻ മതി. പിന്നെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിൽക്കാൻ മതി. പിന്നെ വിർച്വൽ ക്യാമറയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിൽക്കാം. ഇത്രയും ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് OBSൻ്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നിങ്ങൾ ഈ സെറ്റിങ്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ജനറൽ സെറ്റിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. ലാംഗ്വേജ് നിങ്ങൾക്കുള്ള സെലക്ട് ചെയ്യണം. ഇംഗ്ലീഷ് തന്നെ വയ്ക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഔട്ട്പുട്ട് ഉണ്ട്. ഇതിനകത്തൊന്നും നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്, അറിയത്തില്ലെങ്കിൽ. സ്ട്രീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ യൂട്യൂബിൽ സ്ട്രീം ചെയ്യണമെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ സ്ട്രീം ചെയ്യേണ്ടത് അവിടെ വയ്ക്കണം. എന്നിട്ട് ഈ സ്ട്രീം കീ ഒക്കെ വെച്ച് സ്ട്രീം ചെയ്യാം. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഔട്ട്പുട്ട് ബോർഡ് സിമ്പിള് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ റെക്കോർഡിംഗ് ഫോർമാറ്റ് ഉണ്ട്, റെക്കോർഡിംഗ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ എവിടെ സേവ് ചെയ്യണമെന്ന് കാണിക്കാൻ പറ്റും. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫയൽസ് എവിടെ സേവ് ചെയ്യണമെന്നുള്ള പാത്ത് സെലക്ട് ചെയ്യണം, അതിനുള്ളതാണ് ഈ ഓപ്ഷൻ. പിന്നെ ഓഡിയോ ഉണ്ട്. ഓഡിയോൻ്റെ സെറ്റിങ്സ് ഒന്ന് നിങ്ങൾ തൊള്ളായിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വീഡിയോ ഫുൾ HD വീഡിയോ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആസ്പെക്ട് റേഷ്യോ 16:90 ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ. പിന്നെ ഹോട്ട് കീ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഉണ്ട്. ഇത്രയും സെറ്റിങ്സ് ആണ് ഇതിനകത്തുള്ളത്. ഇനി ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് എങ്ങനെ OBSൽ റെക്കോർഡിങ്ങും സ്ട്രീമും ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഡിഫോൾട്ടായിട്ടൊരു സീൻ കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സോഴ്സിൽ പോകണം. എന്നിട്ട് ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡിസ്പ്ലേ ക്യാപ്ചർ എന്ന് കാണാൻ പറ്റും, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ പേര് കൊടുക്കാൻ വരും. ഇപ്പം ഞാൻ YT റെക്കോർഡിംഗ് കൊടുക്കുക. അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ എന്ന് വരും. നിങ്ങൾക്ക് ഏത് ഡിസ്പ്ലേ ആണോ ക്യാപ്ചർ ചെയ്യേണ്ടത് അത് കൊടുക്കുക. നിങ്ങളതിൽ 2 മോണിറ്റർ ഉണ്ടെങ്കിൽ ഏത് മോണിറ്ററാണോ റെക്കോർഡ് ചെയ്യേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ക്യാപ്ചർ കഴ്സർ അത് വേണമെന്ന് നിങ്ങൾ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഇവിടെ വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് വലിച്ച് നേരെ സ്ക്രീനിൻ്റെ
മൊത്തത്തിയാക്കി വെക്കണം. പിന്നെ അവിടെ ഡിസ്പ്ലേ ക്യാപ്ചർ സെലക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ വിൻഡോ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിൻഡോ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിൻഡോ ആണോ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യണം. ഞാൻ ഡിസ്പ്ലേ ക്യാപ്ചർ എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തരാം. ഞാൻ ഡിസ്പ്ലേ ക്യാപ്ചർ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് വിൻഡോ ക്യാപ്ചർ, ഇവിടെ വിൻഡോ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ പേരിടാൻ വരും. ഞാനിപ്പോൾ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് വിൻഡോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിനകത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ എത്ര വിൻഡോസ് നിങ്ങൾ തുറന്നിട്ടുണ്ടോ അതെല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ വിൻഡോസ് എക്സ്പ്ലോററിൻ്റെ വിൻഡോ ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ വിൻഡോസ് ഞെക്കി. അപ്പോൾ ഫയൽ മാനേജർ ഇവിടെ കാണിക്കുന്നുണ്ട്, വിൻഡോസ് എക്സ്പ്ലോറർ. എൻ്റെ റെക്കോർഡിങ്സ് ആണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിൻഡോ ക്യാപ്ചർ ചെയ്യുന്നത്. ഇനി കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കണം. ഞാനിപ്പോൾ ഓക്കെ ഒന്നും കൊടുക്കുന്നില്ല, എനിക്കിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല തൽക്കാലത്തേക്ക്. നിങ്ങൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഗെയിം ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോ ക്യാപ്ചർ തന്നെ പോലെ നിങ്ങൾ ഗെയിമിൻ്റെ വിൻഡോ സെലക്ട് ചെയ്യാൻ വരും. അത് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഫുൾ സ്ക്രീൻ ആക്കണമെന്നൊക്കെ കുറേ ഓപ്ഷൻ കാണുന്നുണ്ട്. ഞാൻ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗെയിം ക്യാപ്ചർ എന്നുള്ള ഓപ്ഷനിൽ പോവുക. അപ്പോൾ ഇവിടെ പേര് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ മോഡ് ക്യാപ്ചർ ഇനി ഫുൾ സ്ക്രീൻ ആപ്ലിക്കേഷൻ, ക്യാപ്ചർ സ്പെസിഫിക് വിൻഡോ എന്നും വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ വിൻഡോ ഉണ്ട്. നിങ്ങൾ ഗെയിം ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ആയിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാവുന്നത് എങ്ങനെ ഫേസ് ക്യാം ആഡ് ചെയ്യാമെന്നാണ്. ആദ്യം നിങ്ങൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് എന്ന് കാണാൻ പറ്റും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ പേര് കൊടുക്കാൻ വരും. ഞാനിപ്പോൾ പേരൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ വെബ് ക്യാം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ് ക്യാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കണം. എന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫേസ് ക്യാം ഇവിടെ വന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളെ ഫേസ് ക്യാമും ഈ റെക്കോർഡും ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെ യൂട്യൂബ് ലൈവ് പോകാൻ നോക്കാം. ആദ്യം നിങ്ങൾ ഈ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ പോകണം. എന്നിട്ട് ഈ സ്ട്രീം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നമുക്ക് യൂട്യൂബിലാണ് ലൈവ് വേണ്ടത്, അതുകൊണ്ട് ഈ യൂട്യൂബ് RTMPS എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ യൂസ് സ്ട്രീം കീ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ചാനൽ ഡാഷ്ബോർഡ് എടുക്കണം. എന്നിട്ട് ഇവിടെ ഗോ ലൈവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ ഡാഷ്ബോർഡ് തുറന്നു വരും ലൈവിൻ്റെ. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ സ്ട്രീം കീ കാണുന്നുണ്ടാവും, ഇതാണ് നമ്മൾ സ്ട്രീം കീ, അത് കോപ്പി ചെയ്യണം. എന്നിട്ട് OBS വരണം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിയാണെന്ന് നോക്കാൻ ഷോ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ചെയ്യണം. എന്നിട്ട് ഓക്കെ കൊടുക്കണം. നിങ്ങൾ ആദ്യം ടൈറ്റിലൊക്കെ കൊടുക്കാൻ മറക്കല്ലേ. ആദ്യം ഇവിടുന്ന് നിങ്ങൾ ടൈറ്റിലൊക്കെ എഡിറ്റ് ചെയ്യണം. എന്നിട്ട് വിസിബിലിറ്റി സെലക്ട് ചെയ്യണം. നിങ്ങൾ ഇതിനകത്ത് ടൈറ്റിലൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ OBS വരിക. എന്നിട്ട് സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ കൊടുക്കുന്നില്ല, കാരണം എൻ്റെ ചാനലിൽ ഇപ്പോൾ ലൈവ് കൊടുക്കുന്നില്ല. സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്നുള്ളതേ കൊടുത്തിട്ട് ലൈവ് സ്ട്രീമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് സ്ട്രീമിംഗ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ലൈവ് സ്ട്രീം കഴിയും. എന്നിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്നത്, OBS സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലൈക്ക് ചെയ്യാൻ ഞാൻ 15 ലൈക്സാണ് വെക്കുന്നത്, അതുകൊണ്ട് താഴെ തന്നെ ഇപ്പോൾ പോയി ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരേക്കും ഗുഡ് ബൈ.